കർത്താവിൻ്റെ കൃപയാൽ ഈ ദേശത്ത് നടക്കുന്ന ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ സമാപന രാത്രിയിൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ പരിശുദ്ധാത്മാവ് നൽകിയ നല്ല സാവകാശത്തിനായി അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്നെ ക്ഷണിച്ച ഈ പൂക്കുളം സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ഷാജി പാസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രതീക്ഷയോടും വളരെ ത്യാഗപരമായ നിലയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി വളരെ റിസ്ക്കുള്ള സ്ഥലത്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുടുംബമായി കർത്താവ് ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കട്ടെ. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ദൈവദാസന്മാർ പലര് ഇന്ന് രാത്രിയിൽ ഇവിടെയുണ്ട്. ഓഡിയൻസിലും ആലയത്തിലുമായി പല ദൈവദാസന്മാരുണ്ട്. എൻ്റെ വാത്സല്യ സ്നേഹിതനും കൂട്ടുവേലക്കാരുമായിരിക്കുന്ന പാസ്റ്റർ അജി MD, സുനിൽ ലാൽ, ഇന്ന് രാത്രിയിൽ ഈ യോഗം ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ ബിജോ മോൻ പാസ്റ്റർ, അതുപോലെ തന്നെ ആദ്യ ദിവസം രാത്രിയിൽ ദൈവവചനം സംസാരിച്ച ജോസ് P. ആൻ്റണി പാസ്റ്റർ, എല്ലാ ദൈവദാസന്മാരെയും വേദിയിലായിരിക്കുന്ന അതുപോലെ തന്നെ ഓഡിയൻസിലായിരിക്കുന്ന കർത്തൃദാസന്മാരെയും ദൈവം നിങ്ങളെ ധാരാളം നന്മകൾ കൊണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രുതിമധുരമായ ഗാനങ്ങൾ ആലപിച്ച കർത്താവിൻ്റെ ദാസന്മാർ, പ്രത്യേകിച്ച് എൻ്റെ സ്നേഹിതൻ അലക്സ്, അതുപോലെ റിതം ഓഫ് കാൽവറി, അനുഗ്രഹിക്കട്ടെ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുവാൻ കർത്താവിൻ്റെ ദാസന്മാരെ ദാസിമാരെ ദൈവം ബലപ്പെടുത്തിയല്ലോ. പ്രത്യേകാൽ ഷാജി പാസ്റ്റർ മകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരമായ നിലയിൽ പാട്ടുകൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താൻ ചെറിയ പ്രായത്തിൽ ദൈവം കൊടുത്ത അവസരങ്ങൾ വിനിയോഗിക്കുവാൻ പിന്നെയും ദൈവം അവസരങ്ങൾ, വേദികൾ കർത്താവ് കൊടുക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ യോഗം ലൈവ് ചെയ്യുന്ന എൻ്റെ ദൈവദാസൻ ലിനു ജോയ് പാസ്റ്ററെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മറ്റ് എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സന്ധ്യാവന്ദനത്തെ ഞാൻ ഓർപ്പിക്കുകയാണ്. ഓഡിയൻസായി കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ, ഈ ദേശത്തിൻ്റെ നിവാസികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ ശബ്ദത്തിൻ്റെ പരിമിതിയിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന ഞങ്ങളുടെ ദേശ നിവാസികൾ, നിങ്ങളെ എല്ലാവരെയും ദൈവം ധാരാളം നന്മകൾ കൊണ്ട് ഇന്ന് രാത്രിയിൽ നിറയ്ക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. വിശേഷാൽ ഇത് 3-ാം ദിവസത്തെ മീറ്റിംഗ് കടശി രാത്രി കൂടെ ആകുമ്പോൾ സമയത്തിന് വളരെ പരിമിതികളുണ്ട് എന്ന് എനിക്കറിയാം. എങ്കിലും ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു ദൈവിക ദൂത് നിങ്ങളുമായി ഷെയർ ചെയ്ത് ക്രിസ്തുവിൽ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിപ്പാൻ ആത്മാവിൽ ആഗ്രഹിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. മുഖവര പറഞ്ഞ് ഇനിയും സമയത്തെ ദീർഘമാക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. വായിക്കാം. 1 തെസ്സലോനിക്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. മൈക്കിൽ കൂടെ ഒന്ന് വായിച്ചാട്ടെ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഒരുമിച്ച് പറഞ്ഞ, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ശബ്ദം ഉയർത്തി എന്ന് പറയാമോ? ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അനുഗ്രഹിക്കപ്പെട്ട നല്ല വാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുക. ഈ യോഗത്തെക്കുറിച്ച്, കൺവെൻഷനെ കുറിച്ച് ദൈവദാസൻ എന്നെ അറിയിച്ച സമയം മുതൽ നിങ്ങൾക്ക് വേണ്ടി, ഈ യോഗത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് അവസരം നൽകി. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, വചനധ്യാനം നടത്തുമ്പോൾ നിങ്ങളോട് സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം തന്ന വാക്യമാണ് 1 തെസ്സലോനിക്യ ലേഖനം 4-ാം അധ്യായം 16-17 വാക്യങ്ങൾ. ഇത് സഭയുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്ന ഒരു വേദവാക്യമാണ്. സഭയെ ഭൂമിയിൽ നിന്നും എടുത്തുകൊണ്ടുപോകുന്ന ഒരു വേദവാക്യമാണ്. നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 3 പ്രത്യക്ഷതകൾ വേദപുസ്തകത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും. തെസ്സലോനിക്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ്
തൻ്റെ സഭയ്ക്ക് എഴുതിയ ലേഖനമാണ് നാം ഇന്ന് രാത്രിയിൽ വായിക്കുന്നത്. ഞാൻ മുഖവരയായി ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ കമ്പിവാചകങ്ങളിൽ ഓർപ്പിച്ച് ഒരു ദൈവിക ദൂത് ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കണം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദേശത്ത് വിടുതൽ നടക്കുന്നത്. ഒരു കൺവെൻഷൻ നടന്നു എന്നുള്ളതല്ല, എങ്ങനെയെങ്കിലും പാടുപെട്ട് കഷ്ടപ്പെട്ട് ഈ യോഗങ്ങൾ തല്ലിക്കൂട്ടി എന്നുള്ളതല്ല, നല്ല പാട്ട് കേട്ടു എന്നുള്ളതല്ല, കുറെ ദൈവവചനം കേട്ടു എന്നുള്ളതല്ല. ദേശത്തൊരു ചലനമുണ്ടാകണം. ഇത് കഴിയുമ്പോൾ ദൈവസഭയ്ക്കകത്തൊരു വിടുതൽ സംഭവിക്കണം. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി സ്തോത്രം ചെയ്യും. അപ്പോസ്തല പ്രവൃത്തി കാണുന്നു, പത്രോസ് 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു എന്ന. 11 പേരും ഒരുമിച്ച് പ്രസംഗിച്ചെന്നല്ല അതിനർത്ഥം. പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബാക്കി 10 ദൈവസന്നിധി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാ. മാർക്കോസിന്റെ മാളിക മുറിയിൽ 10 പ്രാർത്ഥിക്കുന്നു. 11 പത്രോസ് പ്രസംഗിക്കുന്നു. ഈ പ്രസംഗത്തിൽ പ്രാർത്ഥന പിന്നിൽ സംഭവിച്ചപ്പോൾ മുൻനിരയിൽ നിന്ന് പ്രസംഗിച്ച പത്രോസിന്റെ വാക്കുകളിൽ ചലിച്ചത് സ്നാനം 3000. ഇന്ന് രാത്രി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദേശത്തൊരു ചലനമുണ്ടായി. ചിലതിൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ട് ആമേൻ മധ്യാകാശത്ത് നമ്മുടെ കർത്താവ് വരുമ്പോൾ പറന്നു പോകുവാൻ നമ്മെ ബലപ്പെടുത്തേണ്ടതിന്, ഒരുക്കേണ്ടതിന് ഈ സന്ദേശം കാരണമാകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ധാരാളം കാര്യങ്ങൾ ആ ഭാഗത്ത് രേഖപ്പെടുത്തുവാനുണ്ട്, നിങ്ങളോട് സംസാരിപ്പാനുണ്ട്. സമയത്തിൻ്റെ പരിമിതി മൂലം ലഭിച്ച സമയത്തിനുള്ളിൽ ആ സന്ദേശം നിങ്ങൾക്ക് കൈമാറി പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുകയാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയെ നോക്കിക്കൊണ്ട് 1-2 തെസ്സലോനിക്ക ലേഖനങ്ങൾ എഴുതുകയാണ്. 2 ലേഖനങ്ങൾ സഭയ്ക്ക് കൈമാറി. അത് എഴുതുവാനുള്ള കാര്യം കഷ്ടതയിൽ പൗലോസ് അവിടെ എഴുതുന്നുണ്ട്. 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ, ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ അമ്മ ശ്രദ്ധിക്കുക. ഈ കഷ്ടതയിൽ ആരും കുലുങ്ങിപ്പോകാതെ ഇരിക്കേണ്ടതിന്, എത്രയൊക്കെ മനസ്സിലായി? നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ ഈ ലേഖനം എഴുതപ്പെടുകയാണ്. ഈ ലോകത്ത് കഷ്ടമുണ്ട്, ഈ ലോകത്ത് വേദനയുണ്ട്, ഈ ലോകത്ത് പ്രതിസന്ധിയുണ്ട്, ഈ ലോകത്ത് രോഗമുണ്ട്, ദുഃഖമുണ്ട്, കടമുണ്ട്, ഭാരമുണ്ട്. പക്ഷെ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഇതൊന്നും ഇല്ല എന്നല്ല ഞാൻ ഇന്ന് രാത്രി പറയുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവ പൈതലിനെ ഉള്ളൂ. ഏറ്റവും കൂടുതൽ പോരാട്ടം ദൈവ പൈതലിനെ ഉള്ളൂ. പക്ഷെ ഈ കഷ്ടങ്ങളിൽ കുലുങ്ങി പോകാതിരിക്കേണ്ടതിന് പൗലോസ് സഭയെ നോക്കി പറയുക, നമ്മുടെ കർത്താവ് തന്റെ ഗംഭീരനാദത്തോട് വരുന്നൊരു സമയമുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നമ്മുടെ കർത്താവ് ഗംഭീരനാദത്തോടെ വരുന്നൊരു സമയമുണ്ട്. കാഹളധ്വനി കേൾക്കുന്ന ഒരു സമയമുണ്ട്. അന്ന് മുമ്പേ മരിച്ച വിശുദ്ധന്മാർ ജീവനോടെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സമയമുണ്ട്. പിന്നെ ജീവനോട് ഇരിക്കുന്ന നാമും നൊടിനേരത്തിനുള്ളിൽ, കണ്ണിമയ്ക്കും നൊടിനേരത്തിനുള്ളിൽ രൂപാന്തരപ്പെടുന്ന ഒരു സമയമുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്ക്. ചപ്പാത്ത് ദേശത്ത് കഷ്ടപ്പെടുന്ന, നിലവിളിക്കുന്ന, കണ്ണുനീരിൽ കൂടെ താഴ്വരെ കൂടെ കടന്നു പോകുന്ന, രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെട്ടിട്ട് അഭിഷേകം പ്രാപിച്ചിട്ട് ജീവിതത്തിൽ ചോദ്യചിഹ്നമായി പലതിന്റെ മുമ്പിൽ പരാജയപ്പെട്ടു നിൽക്കുന്ന ചില വ്യക്തികളെ നോക്കി ഞാൻ ഇന്ന് രാത്രിയിൽ വിശ്വാസത്തിന്റെ വാക്ക് ഞാൻ പറയാ. ഇത് ഈ മണ്ണിൽ നിന്ന് കണ്ണിമയ്ക്കും നൊടി നേരത്ത് പറന്നു പോകുന്നൊരു ദിവസമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യ്. ഹല്ലേലൂയ. ആമേൻ. കണ്ണിമയ്ക്കുന്നൊടി നേരത്തിൽ പറന്നു പോകുന്നൊരു ദിവസമുണ്ട്. ഇത് ലോക മനുഷ്യൻ അറിയത്തില്ല. വിശുദ്ധ വേദപുസ്തകം പഠിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്ന, രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിന് അറിയാവുന്ന കാര്യമാണ്. എന്ത്? ഞാൻ പറക്കുന്നൊരു ദിവസമുണ്ട്. ഞാൻ ഈ ദേശം വിട്ടുപോകുന്ന സമയമുണ്ട്. എനിക്ക് നിത്യത വിധിക്കുന്ന സമയമുണ്ട്. കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത, ദുഃഖമില്ലാത്ത, ഭാരമില്ലാത്ത ഒരു രാജ്യം എനിക്ക് വേണ്ടി ഉണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ളതായ അവതാരം നമുക്കറിയാം. കന്യകയിൽ ജന്മമെടുത്തു. യോസഫിന്റെ കന്യക മറിയത്തിന്റെ ഭവനത്തിൽ അവരുടെ മകനായി 30 വർഷം ജീവിച്ചു. 30ാമത്തെ വർഷം യേശു ക്രിസ്തു
ആമേൻ യോഹന്നാൻ ആ യോർദാനിൽ സ്നാനപ്പെടുത്തുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവിടെ നിന്നും വാങ്ങിപ്പോയി ജോർദാനിലുള്ള പോയി യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനം സ്വീകരിക്കുന്നു. സ്നാനം സ്വീകരിച്ച യേശു ക്രിസ്തു വീട്ടിലോട്ടല്ല പോയത്, മരുഭൂമിയിലോട്ട് പോകുകയാണ്. ശ്രദ്ധിക്കണേ, ഞാൻ ആ ദൂതിലേക്ക് വേഗം കടന്നു വരാം. ആമേൻ. യേശു ക്രിസ്തു മരുഭൂമി പോയി 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അതല്ല എൻ്റെ വിഷയം. എങ്കിലും ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ പ്രത്യക്ഷതകളെ കുറിച്ച് പറയുമ്പോൾ ആ ഭാഗം കൂടെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഒന്നാമത് എൻ്റെ യേശു ഈ ഭൂമിയിൽ വന്നത് കന്യകയിൽ ജനനം എടുത്ത് ആണെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. രണ്ടാമത് യേശു ഈ ഭൂമിയിലേക്ക് വരാൻ പോകുകയാ. ഇന്ന് രാത്രി ആമേൻ. അപ്പോസ്തലനായ ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തി എഴുതുമ്പോൾ 28 അധ്യായങ്ങൾ അപ്പോസ്തല പ്രവൃത്തി എഴുതി. എന്നാൽ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ആമേൻ സ്വർഗാരോഹണത്തെ കുറിച്ചും യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് 1-ാമത്തെ അധ്യായം. ലൂക്കോസ് അത് എഴുതുവാൻ മടിച്ചില്ല. ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൻ്റെ ബാക്കി ഭാഗമായി അപ്പോസ്തല പ്രവൃത്തിയുടെ 1-ാം അധ്യായത്തിൽ കളം തീർത്ത് വെച്ചിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: യേശു കർത്താവ് കല്ലറെ പൊട്ടിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു 40 നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. 40 നാളോളം എന്ന് പറഞ്ഞാൽ യേശു ആമേൻ ഉയർത്തെഴുന്നേറ്റ് ആരും അറിയാതെ സ്വർഗാരോഹണം ചെയ്തു എന്നല്ല, തൻ്റെ ശിഷ്യന്മാരെ സമൂഹത്തെ വെളിപ്പെടുത്തി ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന വെളിപ്പാട് കൊടുത്തിട്ട് സ്വർഗാരോഹണം ചെയ്ത് 40-ാം നാളാണ്. എന്നാൽ 40-ാമത്തെ നാളിൽ ഒലിവുമലയിൽ വെച്ച് തൻ്റെ ശിഷ്യന്മാരെ എല്ലാം മുൻനിർത്തിക്കൊണ്ട് യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്ന ഒരു ഭാഗം നമുക്കിവിടെ കാണാൻ കഴിയും. ഞാൻ വായിച്ച വാക്യത്തിലേക്ക് ഇന്ന് രാത്രി പറയാൻ ആഗ്രഹിക്കുന്നത് സഭയുടെ പുനരുത്ഥാനത്തെ കുറിച്ച്. നമുക്കൊരു പുനരുത്ഥാനമുണ്ട്, നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ശ്രദ്ധിക്കുക. യേശു ഉയർത്തെഴുന്നേറ്റു. പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ഒരു വ്യക്തി കല്ലറയിൽ വെച്ചോ, വീട്ടിൽ വെച്ചോ, സെമിത്തേരിയിൽ വെച്ചോ, മോർച്ചറിയിൽ വെച്ചോ ഉയർത്തെഴുന്നേൽക്കുന്ന, വീണ്ടും ജീവൻ പ്രാപിക്കുന്ന അനുഭവത്തെ പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ യേശു കർത്താവ് 3-ാം ദിവസം പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ കല്ലറെ പൊട്ടിച്ചു പുറത്തു വന്ന് ഉയർത്തെഴുന്നേറ്റ് 40 നാളുകൾ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് സ്വർഗത്തിലേക്ക് കയറി പോകുകയാ. എന്ന് പറഞ്ഞാൽ 120-ലധികം ശിഷ്യന്മാരും ആളുകളും കൂടി നിൽക്കുന്ന സമൂഹത്തിന്റെ മുമ്പിൽ ഒലിവുമലയിൽ വെച്ച് യേശു സംസാരിച്ചു. അവസാനത്തെ പ്രബോധനം, അവസാനത്തെ പ്രസംഗം 1 അപ്പോസ്തല പ്രവൃത്തി 1 അതിന്റെ 8-ാം വാക്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, അത് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷി ആകണം എന്ന് പറഞ്ഞ് 3-ാം പ്രസംഗം അവിടെ നടത്തുക. ആ ശേഷം യേശു സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. സ്വർഗത്തിലേക്ക് മന്ദമായി എടുക്കപ്പെട്ടു പോകുമ്പോൾ ശിഷ്യന്മാരും 120 പേരും ഒരുമിച്ച് ആകാശങ്ങളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഞാനവിടെ ഒരു ദൂത് പറയാം. ദൈവമക്കളൊന്ന് ആരാധിക്കാൻ തയ്യാറായിക്കണോ? പരിശുദ്ധാത്മാവ് ഒരു ദൂത് നൽകുന്നുണ്ട്. സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. മന്ദമായി ആ മേഘങ്ങളിലേക്ക് എടുക്കപ്പെട്ട് ഇങ്ങനെ പൊങ്ങി മേഘങ്ങളിൽ യേശു ക്രിസ്തു 40-ാം ദിവസം മറയപ്പെടുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 1:10-11 വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നു. ദൂതന്മാര് ആ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് ചോദിക്കുന്നു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആരെ നോക്കി നിൽക്കുന്നു? ഈ യേശു പോയതുപോലെ മടങ്ങി വരും. ആമേൻ. എത്രയൊക്കെ ഇന്ന് രാത്രി ഉറപ്പുണ്ട്? വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, ഇന്ന് രാത്രിയിലും കാലാവസ്ഥ പ്രതികൂലമായപ്പോഴും സാമ്പത്തിക ഞെരുക്കം വന്നപ്പോഴും അതിനെയൊന്നും വകവെക്കാതെ അഭിഷിക്തൻ ഈ കൺവെൻഷൻ ഈ ഗ്രൗണ്ടിൽ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏക കാര്യം പറയാനാ എന്ത്? അവൻ പോയതുപോലെ വരും. ഹല്ലേലൂയ. അവൻ പോയതുപോലെ വരും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവദാസന്മാർ സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുക. എൻ്റെ യേശു പോയതുപോലെ
പോയതുപോലെ വരും. അവിടെ എഴുതിയിരിക്കുന്ന ഈ യേശു എന്ന അവിടെ എഴുതിയിരിക്കുന്ന പദമുണ്ട്. നിങ്ങളെ വാക്യം നോക്കുമ്പോൾ കാണാൻ കഴിയും, യേശു പോയതുപോലെ വരുമെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ഈ യേശു പോയതുപോലെ മടങ്ങി വരും. എന്താണ് ഈ യേശു എന്ന് പറയാൻ കാര്യം? ആമേൻ. ദൂതന്മാർക്ക് മനസ്സിലായി, ഇവന്റെ പേരെടുത്ത് അനേക യേശുക്കൾ കടന്നു വരും. ആമേൻ. അനേക യേശുമാര് ഈ ഭൂമിയിൽ അവതരിക്കും. ആമേൻ. നമുക്കറിയാം, ഇംഗ്ലണ്ടിലും അതേപോലെ തന്നെ തൊട്ടടുത്ത സ്റ്റേറ്റായ ബാംഗ്ലൂരിലും പല സ്ഥലങ്ങളിലും ഞാനാണ് യേശു എന്ന് പറഞ്ഞ് ഒരു കൂട്ടം അവതാരകങ്ങൾ അവതരിപ്പിച്ചപ്പോൾ, ഇന്ന് രാത്രി കാലങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ സ്വർഗത്തിൽ ദൂതന്മാര് പറയുക, മറ്റൊരു യേശു അല്ല. മറ്റൊരു യേശു അല്ല, ഈ യേശു മടങ്ങി വരും. അർത്ഥം, കല്ലറെ പൊട്ടിച്ചവൻ, ഹല്ലേലൂയ, ഉയർത്തെഴുന്നേറ്റവൻ, രോഗികളെ സൗഖ്യമാക്കിയവൻ, ഭൂതങ്ങളെ വിടുവിച്ചവൻ, അശുദ്ധാത്മാക്കളെ പുറത്താക്കിയവൻ, ഹല്ലേലൂയ, അവസാന തുള്ളി രക്തം എനിക്കും നിനക്കും ഒഴുക്കി തന്ന, ഹല്ലേലൂയ, അവസാനത്തെ ത്യാഗം സഹിച്ച കാൽവറിയോളം നടന്നു നീങ്ങിയ പീലാത്തോസിന്റെ കൽത്തളങ്ങളിൽ അതിൽ കണ്ടം ഉഴുതു മറിക്കുന്ന പോലെ ശരീരങ്ങൾ ഉഴുതുമറിക്കപ്പെട്ട ഈ യേശു, അതെ, ഈ യേശു തന്നെ ഈ ലോകത്തിലേക്ക് മടങ്ങി വരുമെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയോ. ചപ്പാത്തു ദേശമേ കേൾക്കുക, ദേശനിവാസികളെ കേൾക്കുക, വീണ്ടെടുക്കപ്പെട്ടവരെ കേൾക്കുക, ഈ യേശു മടങ്ങി വരും. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി ആവേശത്തോടെ പ്രസംഗിക്കാൻ കാര്യം, എനിക്ക് തെല്ലും സംശയമില്ല യേശു വരുന്ന വിഷയത്തിൽ. അത്രയ്ക്കുറപ്പാ എൻ്റെ യേശു വരുമെന്ന്. അതെങ്ങനെ അറിയാം ഉപദേശി? യേശു വരുന്നതിൻ്റെ സകല ലക്ഷണങ്ങളും ഈ ഭൂമിയിൽ നിറവേറി കഴിഞ്ഞു. യേശുവിൻ്റെ ശിഷ്യന്മാർ ചോദിച്ചു, അങ്ങയുടെ വരവ് ഞങ്ങൾ ഏതിനാൽ അറിയാം? യേശു പറഞ്ഞു, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഉണ്ടാകുമ്പോൾ, മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും ആകുമ്പോൾ, നോക്കുക, സ്വാർത്ഥരാകുമ്പോൾ ഓർത്തോണം, മനുഷ്യപുത്രന്റെ വരവേറ്റവും ആസന്നമായി. ഹല്ലേലൂയ. യുദ്ധം നടന്നു കഴിഞ്ഞു. മനുഷ്യർ സ്വസ്നേഹികളായി മാറി, വമ്പ് പറയുന്നവരായി മാറി. മനുഷ്യനെ തന്നെ സ്വയം സ്നേഹിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ട് കഴിഞ്ഞു. ഭാര്യയെ സ്നേഹിക്കുന്നില്ല, മക്കളെ സ്നേഹിക്കുന്നില്ല, ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല, സ്വയം സ്നേഹികളായി മാറി. അതുകൊണ്ട് കുടുംബത്തിൽ വിഷയമുണ്ടാകുന്നു, അതുകൊണ്ട് കലഹമുണ്ടാകുന്നു, മദ്യപാനം വർദ്ധിക്കുന്നു, മയക്കുമരുന്നുകൾ വർദ്ധിക്കുന്നു, സ്വയം ശരീരത്തെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അത് നിമിത്തം എന്താ? മക്കളും ഭാര്യയും ഒരുമിച്ച് ട്രാക്കിൽ തലവെക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു, കൊലയും സംഭവിക്കുന്നു. ഇതൊക്കെ സംഭവിക്കും. ഓർത്തോണം, അന്ത്യകാലത്തിന് ലക്ഷണങ്ങളാണ് എന്ന് നമ്മുടെ പ്രാണപ്രിയനായ കർത്താവ് പറഞ്ഞു. ഇത് കാണുമ്പോൾ നിങ്ങൾ കുലുങ്ങി പോകരുത്. മനുഷ്യപുത്രന്റെ വരവേറ്റവും ആസന്നമായിരിക്കുന്നു. എന്റെ യേശു വരുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ മാത്രം കരമുയർത്തി സ്തോത്രം ചെയ്യ്. ഇന്ന് രാത്രി യേശു വരുമെന്ന് ഉറപ്പുള്ളവർ, അവൻ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്നവനാ, നമ്മുടെ സകലരുടെ പേരുകൾ നന്നായിട്ട് അറിയുന്നവനാ, അവൻ നമ്മുടെ സാഹചര്യങ്ങളെ അറിയുന്നവനാ, നമ്മുടെ കുടുംബത്തിന്റെ പശ്ചാത്തലം അറിയുന്നവനാ, നാം ജനിക്കുന്നതിന് മുമ്പ് നമ്മളെക്കുറിച്ച് ഉറപ്പുള്ള അറിവുള്ളവനാ യേശു. ഇന്ന് രാത്രിയിൽ യേശുവിനെ മറഞ്ഞിരിക്കുന്നൊന്നുമില്ല. ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഇത്രയും പേരെൻ്റെ മുമ്പിലുണ്ട്, പക്ഷെ നിങ്ങളെ എനിക്കറിയത്തില്ല, നിങ്ങളുടെ പേരെനിക്കറിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി നിങ്ങളുടെ അടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു പക്ഷെ നിങ്ങളെ മുഖാമുഖം പരിചയം കാണും, പക്ഷെ നിങ്ങളുടെ പേരറിയത്തില്ലെന്ന് വന്നേക്കാം. എന്നാൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞു മുതൽ വാർദ്ധക്യത്തിൽ ചെന്ന പിതാവിൻ്റെ പേര് പോലും നന്നായി അറിയുന്നൊരു ദൈവമുണ്ട്. അറിയുന്ന ദൈവം ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുക. അറിയുന്ന ദൈവത്തിന് മഹത്വം കൊടുക്ക്. നമ്മുടെ പേരറിയുന്ന ദൈവം, നമ്മുടെ സാഹചര്യം അറിയുന്ന ദൈവം, നമ്മുടെ കണ്ണുനീര് കാണുന്ന ദൈവം, നമ്മുടെ അവസ്ഥ അറിയുന്ന ദൈവം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യ്. ഹല്ലേലൂയ. ഞാനത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ആവേശമുണ്ട്. യേശു കർത്താവ് വരുമെന്ന് വേദപുസ്തകത്തിൽ പല ഭാഗത്തും എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിലും ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലും വെളിപ്പാട് പുസ്തകത്തിലും നമ്മൾ പഠിക്കുമ്പോൾ യേശു കർത്താവ് വീണ്ടും വരുമെന്നും
സഖറിയ പ്രവാചകന്റെ പുസ്തകത്തിലും വെളിപ്പാട് പുസ്തകത്തിലും വ്യക്തമായി പറയുന്നു, എൻ്റെ യേശുവിനി വരുന്നത് ഒരു കന്യകയിൽ ജന്മമെടുത്തല്ല. എൻ്റെ യേശുവിനി വരുന്നത് ഏതെങ്കിലും പ്രത്യേകമായ രാജകൊട്ടാരത്തിലല്ല. എൻ്റെ യേശുവിനി വരുന്നത് ശിശുവായിട്ടല്ല. എൻ്റെ യേശുവിനി വരുന്നത് ആലലിയ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം കൊടുക്കാൻ വേണ്ടിയല്ല. എൻ്റെ യേശു വരുന്നത് എവിടെയാണെന്ന് പ്രവചന പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞു. യേശു വരവിനെ കുറിച്ച് യേശു ഒലിവുമലയിൽ വരുമെന്നും, യേശു ഒലിവുമലയിൽ വന്നാൽ ഒലിവുമല രണ്ടായി പിളർക്കുമെന്നും വേദപുസ്തകത്തിൽ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ പുസ്തകത്തിൻ്റെ ഭാഗം വായിക്കുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിനോടൊരിക്കൽ എൻ്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എന്തിനാ ഒലിവുമലയിൽ വരുന്നത്? വേറെ ഏതെങ്കിലും മലയിൽ വന്നുകൂടെ? യഹോവയായ ദൈവം സീനായിൽ വന്നിട്ടുണ്ട്, യഹോവയായ ദൈവം മോറിയയിൽ വന്നിട്ടുണ്ട്, യഹോവയായ ദൈവം കർമ്മേലി വന്നിട്ടുണ്ട്. നോക്കുക, പല മലകളിലും യഹോവയായ ദൈവം പ്രത്യക്ഷപ്പെട്ടതും തൻ്റെ ജനം ദൈവത്തെ ആരാധിച്ചതും വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അത് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എൻ്റെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, നീ എന്തിനാ ഒലിവുമലയിൽ വരുന്നത്? കാരണം ഒലിവുമലയും യേശുവിനെയും കൂടെ ഞാൻ കമ്പയർ ചെയ്ത് പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒലിവുമല അത്ര ഈസിയായ മലയല്ല, ഒലിവുമല അത്ര സന്തോഷമുള്ള മലയല്ല. ഇന്ന് രാത്രി ഒരു ദൂത് പറയാൻ പോകുക. ആരാധിച്ച വിഷയത്തിൽ ദൂതറ്റെടുക്കണം. ഇന്ന് രാത്രി നിങ്ങൾക്കുള്ള ദൈവിക സന്ദേശം പറയുക. ഇന്ന് രാത്രി പുനരുത്ഥാനം സംഭവിക്കുന്ന ദൈവമക്കളോട് ഒരു ദൈവിക ദൂതും കൂടെ ഞാൻ പറയുക. യേശു വരുന്നത് ഒലിവുമലയിൽ തന്നെയാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. യേശു കർത്താവ് ഇനി വരും പ്രിയരെ, തൻ്റെ സഭയെ ചേർത്ത് കൊണ്ടുപോകാൻ വരും. പക്ഷേ ഒലിവുമലയിൽ രാജ്യത്തെ സ്ഥാപിക്കാൻ വരുന്ന സമയമുണ്ട്. ഒലിവുമലയിൽ യേശു വരുന്നത് രാജാതി രാജാവായിട്ടാണ്, ശിശുവായിട്ടല്ല. പാപങ്ങൾ മോചിക്കപ്പെടാൻ ഒരു അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ടല്ല യേശു വരുന്നത്. യേശു രാജാതി രാജാവായിട്ടാണ് വരുന്നത്. ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ യേശു കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എന്തിനാ ഒലിവുമലയിൽ വരുന്നത്? കാരണം ഒലിവുമല യേശുവിന് അത്ര ഈസി അല്ല, ഒലിവുമല യേശുവിന് അത്ര സന്തോഷമല്ല. കാരണം ഒലിവുമലയെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. യേശു തൻ്റെ ശിഷ്യന്മാരും അവസാനം പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നുപോയ മല ഒലിവുമലയാണ്. സ്തോത്രം. ഒരു കല്ലേറ് ദൂരത്ത് ശിഷ്യന്മാരെ ഇക്കരെ ഇരുത്തിയിട്ട് മറുസൈഡിൽ യേശു ഒരു കല്ലേറ് ദൂരത്ത് മാറിയിരുന്ന് പ്രാർത്ഥിച്ച മല ഒലിവുമലയാ. ആ പ്രാർത്ഥന ഒരു സാധാരണ പ്രാർത്ഥനയല്ല, നെഞ്ചു പൊട്ടിയുള്ള പ്രാർത്ഥനയാ. ഹല്ലേലൂയ. മെഡിക്കൽ സയൻസ് പറയുന്നു, രക്തകൂപം വഴി ബ്ലഡ് പുറത്തു വരുന്നത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോഴാ എന്ന് പറഞ്ഞാൽ ഹൃദയം പൊട്ടി വേദനിക്കുമ്പോൾ രോമക്കുത്തു വഴി രക്തം പൊടിയും ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരു രോഗിക്ക്. അങ്ങനെയെങ്കിൽ ഗതസമനയിൽ യേശു പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ പ്രാർത്ഥനാ സ്ഥലത്ത് ഉറ്റിറ്റു വീണത് വിയർപ്പ് തുള്ളി അല്ല, വിയർപ്പ് തുള്ളിക്ക് പകരം രക്തത്തുള്ളിയാണ് വീണത്. അതിൻ്റെ അർത്ഥം ഹൃദയം പൊട്ടി എൻ്റെ പിതാവ് കരഞ്ഞ ഒരു മലയാണ് ഒലിവുമല എന്ന് പറയുന്നത്. എത്രവൻ്റെ കൂടെയുണ്ട്? ഹല്ലേലൂയ. പിതാവ് ഹൃദയം പൊട്ടിയ മല. എന്തിനാ ഹൃദയം പൊട്ടിയ? സ്നേഹിത, എനിക്കും നിനക്കും വീണ്ടെടുപ്പ് കിട്ടേണ്ടതിന് മരണത്തെ പേടിച്ചല്ല, ക്രൂശീകരണത്തെ പേടിച്ചല്ല എൻ്റെ പിതാവിൻ്റെ ഹൃദയം പൊട്ടിയത്. പകരം എൻ്റെ വീണ്ടെടുപ്പ് ഓർത്ത്, നഷ്ടപ്പെട്ടു പോയ എന്നെ നിന്നെ ഓർത്ത് എൻ്റെ പിതാവിൻ്റെ ഹൃദയം പൊട്ടിയ മലയാണ് ഒലിവുമല. ഹല്ലേലൂയ. കരഞ്ഞ മല. ഹല്ലേലൂയ. ഒറ്റപ്പെട്ട മല. കൂടെ ഉണ്ടെന്ന് കരുതിയ 3 ശിഷ്യന്മാർ മാറിക്കിടന്നുറങ്ങിയ മല. അതുമാത്രമല്ല, തലേ ദിവസം അത്താഴത്തിന് അപ്പം തിന്നും വീഞ്ഞു കുടിച്ചിട്ടും ഇറങ്ങിപ്പോയി അവസാനം പടയാളികളുമായി ഈ മലയിൽ വന്ന് തീപ്പട്ടി പന്തത്തിൻ്റെ വെളിച്ചത്തിൽ, അരണ്ട വെളിച്ചത്തിൽ ചങ്ങലകളുമായി വന്ന് ഞാൻ ആരെ ചുംബിക്കുന്നോ അവനാണ് മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞ് യൂദാസ് ഒറ്റിക്കൊടുത്ത മലയാണ് ഒലിവുമല.
കരഞ്ഞ മല മാത്രമല്ല, ഹൃദയം പൊട്ടിയ മല മാത്രമല്ല, രക്തധമനികൾ പൊട്ടിയ ആ മല മാത്രമല്ല. എൻ്റെ കൂടെ വരണേ. അവസാനം അടുത്ത ഭാഗത്ത് കാണുകയാണ്, യൂദാസ് കൂടെ നടന്നവൻ, വിശ്വസ്തനം എണ്ണിയവൻ ഒറ്റിക്കൊടുത്ത മലയാണ് ഒലിവ് മല. തീർന്നില്ല. പത്രോസ് തള്ളിപ്പറഞ്ഞ മലയാണ്, അല്ലെങ്കിൽ ഇട്ടിട്ടുപോയ യേശുവിന് എന്തു വന്നാലും അത് സംഭവിക്കില്ല, ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറഞ്ഞ പത്രോസ് ഇട്ടിട്ടുപോയ മലയാണ് ഒലിവ് മല. എന്നാൽ ഇന്ന് രാത്രി കൊല്ലം കൂടെ കൂട്ടി വായിക്കുമ്പോൾ യേശു കർത്താവ് തകർന്ന മലയാ, യേശു കർത്താവ് ഉടഞ്ഞ മലയാ, ഒറ്റപ്പെടൽ അനുഭവിച്ച, നിന്ന അനുഭവിച്ച, പാപം ചെയ്യാത്തവന്റെ കയ്യിൽ ചങ്ങല വീണ മലയാണ് ഒലിവ് മല. ആമെ കുറ്റപ്പെടുത്തിയ മലയാണ്, ഹൃദയം പൊട്ടിയ മലയാണ്, രക്തം പുറത്തു വന്ന മലയാണ് ഒലിവ് മല. എന്നാൽ വേദപുസ്തകത്തിൽ ശ്രദ്ധിക്കണേ, വേദപുസ്തകത്തിൽ പ്രവചനത്തിൽ എഴുതിയിരിക്കുക, എൻ്റെ യേശു ഇനിയും വരും, രാജ്യത്തെ സ്ഥാപിക്കാൻ വരും. പക്ഷെ അത് വേറൊരു മലയിലല്ല, ഒലിവ് മലയിൽ തന്നെ വരും. ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എന്തിനാണ് നീ ആ മലയിൽ വരുന്നത്? നിന്ദിക്കപ്പെട്ട മലയിൽ, ഒറ്റപ്പെട്ട മലയിൽ, തകർന്ന മലയിൽ, വേദന അനുഭവിച്ച മലയിൽ, രക്തം ധാരധാര ഒഴുകിയ മലയിൽ എന്തിനാണ് നീ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പ്രാർത്ഥന മുറിയിൽ എൻ്റെ കർത്താവിനോട് പറഞ്ഞൊരു ദൂത് പറയാ. എൻ്റെ കർത്താവിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, എടാ മോനെ, അത് എൻ്റെ ഇഷ്ടമല്ല, പിന്നെ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമാ. ഇന്ന് രാത്രി വിശ്വസിക്കുക എത്ര പേരുണ്ട്? അതെൻ്റെ പിതാവിൻ്റെ ഇഷ്ടമാ. എന്താ പിതാവിൻ്റെ ഇഷ്ടം? കേൾക്ക്, എന്താ പിതാവിൻ്റെ ഇഷ്ടം? തൻ്റെ മക്കൾ എവിടെ ഉടഞ്ഞോ, തൻ്റെ മകൻ എവിടെ കരഞ്ഞോ, തൻ്റെ മകൻ എവിടെ ഒറ്റപ്പെട്ടോ, എവിടെ ചങ്ങലധാരിയായി മാറിയോ, എവിടെ ഹൃദയം പൊട്ടിയോ, അവിടെ കൊണ്ടുവരിക എന്നുള്ളത് അത് പിതാവിൻ്റെ ഇഷ്ടമാ. ഹല്ലേലൂയ. പക്ഷെ അവൻ വരുന്നത് രാജാതി രാജാവായിട്ട്. ഇന്ന് രാത്രി ഞാൻ ദൂതിങ്ങനെ പറയാ, നിന്നെ നിന്ദിച്ച മല, നിന്നെ അപമാനിച്ച മല, നിന്നെ ഒറ്റപ്പെടുത്തിയ മല, അതിൻ്റെ വീടായിരിക്കും, ഈ ചപ്പാത്തു ദേശമായിരിക്കും, നീ പാർക്കുന്ന സ്ഥലത്തായിരിക്കും, നിന്റെ ചുറ്റുവട്ടം, നിന്റെ അയൽവക്കമായിരിക്കും. നീ എവിടെയാ നിന്ദിക്കപ്പെട്ട്, നീ എവിടെയാ കരഞ്ഞത്, നീ എവിടെയാ രക്തമൊഴുക്കിയത്, നീ എവിടെയാ അപമാനിക്കപ്പെട്ടത്, അവിടെ നിന്നെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ കരമടിച്ച് ആത്മാവി സ്തോത്രം ചെയ്യ, രാജാവായി അഭിഷേകം ചെയ്യ ഇന്ന് രാത്രി. ഹോ നീ കരഞ്ഞ നിന്റെ വീട്ടിൽ നിന്നെ മാനിക്കാൻ പോകുകയാ, കരഞ്ഞ പട്ടണത്തിൽ ദൈവം നിന്നെ മാനിക്കാൻ പോകുകയാ, ഒറ്റപ്പെട്ട പള്ളിയിൽ ദൈവം നിന്നെ മാനിക്കാൻ പോകുകയാ. നീ കരഞ്ഞ നിന്റെ ഗതസമനയിൽ രാജാകീയ അഭിഷേകത്താൽ നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. ഇന്ന് രാത്രി പുനരുത്ഥാനത്തിന്റെ ശക്തി, അഹരോന്റെ വടിയെ തളർപ്പിച്ച പുനരുത്ഥാനത്തിന്റെ ശക്തി നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ പോകുകയാ, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പോകുകയാ. നീ കരഞ്ഞ നിന്റെ വീട്ടിൽ, നീ കരഞ്ഞ നിന്റെ പാസ്നേജിൽ, നീ കരഞ്ഞ നിന്റെ സൊസൈറ്റിയിൽ, നീ കരഞ്ഞ് ചെന്ന് കയറിയ വീട്ടിൽ, നിന്റെ ഭവനത്തിൽ, ഇന്ന് രാത്രി നീ ചെന്ന ആലയത്തിൽ, എവിടെയാ നീ ഒറ്റപ്പെട്ട്, എവിടെയാ നീ തകർന്നത്, അവിടെ നിന്നെ മാനിക്കാൻ, അവിടെ നിന്നെ മാനിക്കാൻ ഒരു രാജകീയ അഭിഷേകത്തോടെ കിരീടധാരിയായി നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു രാത്രി. കരമടിച്ച് സ്വോത്രം ചെയ്യ. അടുത്തിരിക്കെ ശ്രദ്ധിക്കേണ്ട, ഇന്ന് രാത്രി സ്റ്റേജ് മാറാൻ പോകുകയാ, നിന്റെ അവസ്ഥ മാറാൻ പോകുകയാ, നിന്റെ കണ്ണുനീർകർത്ത തുടയ്ക്കാൻ പോകുകയാ, നിന്റെ കണ്ണുനീരിന് നീക്കുപോക്ക് തരാൻ പോകുകയാ. ഇന്ന് രാത്രി നിന്നെ കരയിപ്പിച്ച, നിന്നെ ഏങ്ങലടിപ്പിച്ച, നിന്നെ നിലവിളിപ്പിച്ച, നിന്നെ പരാജയപ്പെടുത്തിയ മലയിൽ യേശു രാജാവായി വരുന്നത് പോലെ നീയും രാജകീയ അഭിഷേകത്തോടെ ആരാധിച്ച് ആരാധിച്ച് റബരഗലഗടഗ സന്ദര റബരഗ ശഗരഗലഗലഗടഗ സൈദന. നിനക്കൊരു ഒലിവ് മലയുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ ഒലിവ് മലയിൽ സ്വർഗം നിന്നെ ആദരിക്കുന്ന രാത്രി, നിന്നെ മാനിക്കുന്ന രാത്രി, നിന്റെ സ്ഥിതി മാറ്റുന്ന രാത്രി. അതാ ഈ മൂന്നാം ദിവസം, ഇന്നലെ രാത്രിയിൽ കേട്ട ദൈവിക ദൂത് പോലെ, മിനിഞ്ഞാന്ന് കേട്ട ദൈവിക ദൂത് പോലെ, ഇന്ന് രാത്രി ദൈവജനത്തിന്റെ കണ്ണുനീരിനെ ഒപ്പിയെടുക്കുന്ന രാത്രി. എന്റെ കൂട്ടു ദൈവദാസന്മാരെ,
നീ ശുശ്രൂഷിക്കുന്ന സ്ഥലം നിനക്കൊരു മലയായിരിക്കും. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ പാർക്കുന്ന ദേശം ഒരു ഒലുമലയായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ഒലുമലയിൽ നിന്നെ തേജസ്സോടെ പൊക്കിക്കൊണ്ട് വന്നിട്ട് ജീസസ് രൂപാന്തരപ്പെടുത്തുന്ന ഒരു രാത്രി, രൂപാന്തരപ്പെടുത്തുന്ന രാത്രി. ഒരപ്പൻ തൻ്റെ കുഞ്ഞിൻ്റെ കൈക്ക് പിടിക്കുന്നത് പോലെ ഇന്ന് രാത്രി നിന്റെ കൈക്ക് പിടിക്കുന്ന കർത്താവ്. ഒരമ്മ തൻ്റെ കുഞ്ഞിൻ്റെ കവിളിക്കൂടെ ഒഴുകുന്ന കണ്ണുനീരൊപ്പിയെടുക്കുന്ന പോലെ ഇന്ന് രാത്രി നിന്റെ കണ്ണുനീരൊപ്പിയെടുക്കുന്ന രാത്രി. ഇന്ന് രാത്രി നീ ആരുമാകട്ടെ സിസ്റ്റർ, അല്ലെങ്കിൽ പ്രിയ ബ്രദർ, ദൈവദാസനെ നീ ആരുമാകട്ടെ, പിതാവേ മാതാവേ, ഇന്ന് രാത്രി നിന്റെ ഒലുമല നിന്നെ വിട്ട് മാറുന്ന രാത്രി. അത് പിതാവിന്റെ ഇഷ്ടമാ, അത് പിതാവിന്റെ ഇഷ്ടമാ. അവിടെ തന്നെ നിന്നെ മാനിക്കോ. ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറയാം, ചപ്പാത്തും പിന്നെ പൂക്കുളത്തും കിടന്ന് കഷ്ടപ്പെട്ടിട്ട് നിന്നെ അനുഭവിച്ചിട്ട് പരാജയപ്പെട്ടിട്ട് കരഞ്ഞിട്ട് ഇവിടുന്ന് നിങ്ങളെ പറക്കി കെട്ടി തൊടുപുഴ കൊണ്ടുപോയി, കോട്ടയത്ത് കൊണ്ടുപോയി, എറണാകുളത്ത് കൊണ്ടുപോയി അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നേ. ശക്തി അന്തരീക്ഷം മാറുകയാ, അന്തരീക്ഷം മാറുകയാ, അന്തരീക്ഷം മാറുകയാ. ആമേ, സഭയുടെ അന്തരീക്ഷം മാറുകയാ, ജനത്തിന്റെ നിലവാരം മാറാൻ പോകുകയാ. ഇന്ന് രാത്രി നീ എവിടെ നിന്ദിക്കപ്പെട്ടോ, എവിടെ അപമാനിക്കപ്പെട്ടോ, എവിടെ നീ കരഞ്ഞോ, എവിടെ നിലവിളിച്ചോ, അവിടെ തന്നെ, അവിടെ തന്നെ അവിടെ തന്നെ നീ മാനിക്കപ്പെടും. ഇന്ന് രാത്രി ചിലതിനെ നോക്കി വിരൽ ചൂണ്ടി പ്രവചിക്കാൻ ദൈവാത്മാവെന്ന് പറയുന്നു. ആ പ്രവചനം ഇങ്ങനെയാ, നീ കരഞ്ഞ വീട്ടിൽ നിന്നെ മാനിക്കാൻ പോകുകയാ. നീ നിലവിളിച്ച പട്ടണത്തിൽ, ആ ഗ്രാമത്തിൽ നിന്നെ മാനിക്കാൻ പോകുകയാ. നിന്റെ തലമുറ വഴി ഒരു മാന്യത വരുന്നുണ്ട്. കെട്ടിക്കിടന്ന നന്മകൾ അഴിഞ്ഞു മാറുകയാ, ബന്ധനങ്ങൾ അഴിയുകയാ, തലമുറകൾ വിശാലതയാകുകയാ, ശുശ്രൂഷ വർദ്ധിക്കാൻ പോകുകയാ, ശുശ്രൂഷ മാനിക്കാൻ പോകുകയാ. ഇന്ന് രാത്രി അഭിഷക്തന്മാരെ ഈ ദൂതന്റെ അടുക്ക് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് ശക്തമായി പറയുന്നു, രാജാതി രാജാവായി യേശു വരുന്നത് പോലെ ദൈവം നിന്നെയും അഭിഷേകത്തെ പുറത്തു കൊണ്ടുവരും. ഓ ജീവരാബാരാബാഷ് ഹംദരാജരാജനാല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാണ് യേശു വരുന്നത്? വിശുദ്ധന്മാരെ ചേർക്കാൻ. എന്തിനാ യേശു വരുന്നത്? നാം ഉല്ലസിച്ച് ആനന്ദിക്കാൻ. എന്തിനാ യേശു വരുന്നത്? നമ്മെ കിരീടം ധരിപ്പിക്കാൻ. എന്തിനാ യേശു വരുന്നത്? നമ്മെ അവനെ പോലെ ആക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ പൂക്കളം കൺവെൻഷനിൽ ഈ ആലയത്തിൻ്റെ ഈ പരിസരങ്ങളിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാത്രി നിങ്ങൾക്ക് ഉറപ്പുണ്ടോ യേശു വീണ്ടും വരുമെന്ന്? എൻ്റെ പ്രാർത്ഥനാ മുറി എന്നോട് കർത്താവ് പറഞ്ഞു, എന്ത് പ്രസംഗിക്കണമെന്ന് ദൈവത്തിൽ ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞ് ഞാൻ വരുമെന്ന് പറ. ഹല്ലേലൂയ. ഞാൻ കേട്ട ദൈവശബ്ദം അർച്ച, എൻ്റെ കുഞ്ഞ് ഞാൻ വരുമെന്ന് പറ. ഹല്ലേലൂയ. ആ ഒറ്റ വാക്കിൻ്റെ പുറത്താ ആമേൻ ഞാൻ വണ്ടി ഓടിച്ച് ഇവിടെ എത്തിയത്. ഇത്രേ പറയാനുള്ളൂ, എൻ്റെ യേശു വരും. എൻ്റെ യേശു വന്നാൽ നിന്റെ വീട്ടിൽ ചത്തുകിടക്കുന്ന എഴുന്നേൽക്കും. എൻ്റെ യേശു വന്നാൽ നിന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ വിജയമായി മാറും. എൻ്റെ യേശു വന്നാൽ കല്ലറെ പൊട്ടിച്ച് ലാസർ പുറത്തു വരും. എൻ്റെ യേശു വന്നാൽ നാറ്റം വെച്ച വിഷയത്തിന് പരിഹാരമുണ്ടാകും. എൻ്റെ യേശു വന്നാൽ നിന്റെ കടഭാരം മാറും. എൻ്റെ യേശു വന്നാൽ നിന്റെ തലമുറ രക്ഷപ്പെടും. എൻ്റെ യേശു വന്നാൽ നിന്റെ ഭവനത്തിന്റെ പണി ആരംഭിക്കും. എൻ്റെ യേശു വന്നാൽ നിന്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പുനരുത്ഥാനം എന്ന് പറയുന്ന വിഷയം 3 നിലയിൽ, സമയം പോകുന്നല്ലോ, എനിക്ക് കമ്പി വാചകത്തിൽ പറഞ്ഞു നിർത്താം, കാരണം ദൂതൻ്റെ കയ്യിൽ നിന്ന് പോയി.
പരിശുദ്ധാത്മാവ് സംസാരിക്കുക. ഞാൻ കർത്താവിൽ സന്തോഷിക്കുക. എത്ര സന്തോഷമുണ്ട് ഇന്ന് രാത്രി. പുനരുത്ഥാനം 3 നിലയിൽ കാണാം. ഒന്നാമത്തെ പുനരുത്ഥാനം നമുക്ക് കാണാൻ കഴിയുന്നത് മരണം കൂടാതെ എടുക്കപ്പെട്ട പുനരുത്ഥാനമാണ്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എന്ത് ചെയ്തു? എടുത്തു കൊണ്ടുപോയി, സ്വർഗത്തിൽ കൊണ്ടുപോയി. അതുപോലെ ഏലിയാവ് ദൈവത്തോട് കൂടെ നടന്നു. ഏലിയാവിനെ ദൈവം എന്ത് ചെയ്തു? എടുത്തു. അപ്പം മരണം കൂടാതെ എടുക്കപ്പെട്ട പുനരുത്ഥാനം. ഞാൻ പറഞ്ഞില്ല, പുനരുത്ഥാനം എന്ന് പറയുന്നത് മരിച്ചുപോയ ഒരു വ്യക്തി കല്ലറയിൽ വെച്ചോ സംഭവിച്ചിട്ടില്ലേ? അടക്കാൻ കൊണ്ടുപോയപ്പോൾ ഉയർത്തെഴുന്നേറ്റ കഥകൾ കേട്ടിട്ടില്ലേ? ആമൻ. മോർച്ചറിക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്നത് പോലും ഉയർത്തെഴുന്നേറ്റ കഥകൾ കേട്ടിട്ടുണ്ട്. ആമേ. അപ്പൊ നോക്കുക, മരിച്ചുപോയ വ്യക്തി വീണ്ടും ജീവിക്കുന്നതിന് പുനരുത്ഥാനം എന്ന് പറയുന്നെങ്കിൽ ഇവിടെ മരിക്കാതെ ഉയർത്തെഴുന്നേറ്റ 2 വ്യക്തിയാ ഹാനോക്കും ഏലിയാവും. അതുപോലെ തന്നെ രണ്ടാമത്തെ പുനരുത്ഥാനം എന്ന് പറയുന്നത് ശിഷ്യന്മാരെ കൊണ്ട്, ഒന്നുകൂടെ പറഞ്ഞാൽ അപ്പോസ്തോലന്മാരെ കൊണ്ട് യേശു ഉയർപ്പിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ യോപ്പയിൽ തബീത എന്ന് പറയുന്നൊരു സ്ത്രീ, അവൾ വളരെ ധർമ്മം കൊടുക്കുന്നവളും അവൾ ശിക്ഷയും അവൾ മറ്റുള്ളവരോട് കനിവും കാണിക്കുന്നവളായിരുന്നു. പക്ഷെ അവൾ മരിച്ചുപോയി. പത്രോസിനെ ആള് വിട്ടറിയിച്ചു. പത്രോസ് വന്നപ്പോൾ 39-ാമത്തെ വാക്യത്തിൽ തബീതായുടെ മുമ്പിൽ ഇരുന്ന് വിധവമാരായ സ്ത്രീകൾ ഇന്ന് കരയുക. അപ്പോൾ തന്നെ അവിടെ എഴുതിയിരിക്കുന്നത്, അവൾ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടാക്കിയ വസ്ത്രങ്ങളും ഹല്ലേലൂയ ഉടുപ്പുകളൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ കരയുക. പത്രോസ് കരയുന്നവരെ പുറത്താക്കി. എല്ലാരെയും ഒന്നും എല്ലാ കാര്യത്തിനും കൊള്ളത്തില്ല. കരയുന്നവരെ അല്ല നമുക്ക് ആവശ്യം, വിശ്വസിക്കുന്നവരെ ആവശ്യം. ഈ യായിറോസിന്റെ വീട്ടിൽ യേശു പോയിട്ട് അവിടെ കരയുന്നവരെയും കൊള്ളൂതുന്നവരെയൊക്കെ യേശു എന്ത് ചെയ്തു? പുറത്താക്കി അല്ലേ? ഇവിടെ ഇത് സംഭവിക്കുക. ചില ദൈവപ്രവർത്തികൾ ഉണ്ടാകണമെങ്കിൽ എല്ലാ കരച്ചിലും നല്ല കരച്ചിലല്ല. എനിക്കൊരാപത്ത് വരുമ്പോൾ ചിലർ കരയും. ചിലപ്പോൾ ആ കരച്ചിൽ ഇന്നസെൻ്റ് ആയിട്ടുള്ള കരച്ചിലല്ല, അനുതാപം കൊണ്ട്, സഹതാപങ്ങൾ കൊണ്ട് കരയാം. ആത്മാർത്ഥത എന്നത് കാണണമെന്നില്ല. ആ ആത്മാർത്ഥത ഉണ്ടോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ ഹല്ലേലൂയ ഒരു പൊതിയും ഒരു സ്നാക്സും ഇച്ചിരി വെള്ളവും കിട്ടിയാൽ കഴിഞ്ഞാൽ അവരവർ വഴിക്ക് പോകും. അല്ലേ? ആത്മാർത്ഥതയുണ്ടെങ്കിൽ പിന്നെ കരഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഇവിടെ സംഭവിച്ചെന്തറിയോ? ഉടുപ്പൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ തബീതയുടെ മുമ്പിൽ കരയുമ്പോൾ പത്രോസ് അവരെ പുറത്താക്കി. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്ന എനിക്ക് ചിന്തനീയമായ, എന്നെ കോരിത്തരിപ്പിച്ച ഒരു ഭാഗം കിടപ്പുണ്ട്. പത്രോസ് മുട്ടുമടക്കി ശവത്തിന്റെ നേരെ തിരിഞ്ഞു. ആമേ. എന്ന് പറഞ്ഞാൽ പ്രശ്നത്തിന്റെ നേരെ മുട്ടുമടക്കി തിരിഞ്ഞു. അർത്ഥം പറയാ, നിന്റെ മുമ്പിൽ പ്രശ്നമുണ്ടെങ്കിൽ നീ കരഞ്ഞോണ്ടിരിക്കാതെ മുട്ടുമടക്കിയിട്ട് ആ പ്രശ്നത്തിലേക്ക് നോക്കാൻ തയ്യാറാണെങ്കിൽ എഴുന്നേറ്റിരിക്കും. ഇവിടെ ഉണ്ടോ? എഴുന്നേറ്റിരിക്കും. വിശ്വസിക്കുന്നോ? പ്രശ്നം വലുതാ, മരിച്ചുപോയ വിഷയമാ. വീടില്ലാത്തതോ കാറില്ലാത്തതോ പണമില്ലാത്ത വിഷയമല്ല ഇത്. ഹല്ലേലൂയ. ഒരു ധർമ്മശേഖരണം നടത്തുന്ന, മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള ഒരുവൾ മരിച്ചുപോയെന്ന് അറിഞ്ഞപ്പോൾ കരയുന്നവരെ പുറത്താക്കിയിട്ട് പ്രശ്നത്തിന്റെ മുമ്പിൽ ദൈവസന്നിധി പത്രോസ് മുട്ടുമടക്കി എഴുതിയിരിക്കുന്നു, ശവത്തിന്റെ നേരെ തിരിഞ്ഞു. ഈ പൂക്കുളം കൺവെൻഷന്റെ 3-ാമത്തെ ദിവസം രാത്രിയിൽ ഈ ദൂത് ഞാൻ പറയാം. ഇത്രയും നേരം പ്രസംഗിച്ചത് മറന്നുപോയെങ്കിൽ വിട്ടുകളാ, ഇത് മറക്കരുത്. ഏത് നിന്റെ പ്രശ്നത്തിന്റെ മുമ്പിൽ നീ അലമുറയിടുകയല്ല ചെയ്യേണ്ടത്, മുട്ടുമടക്കി ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രശ്നങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കി ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്ക്. നിന്റെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തും. അനുഭവസ്ഥന പറയുന്നേ, ചുമ്മാ ഒന്നും കറിക്കൂവല്ല. ജീവിതത്തിൽ ഒത്തിരി പ്രാവശ്യം മുട്ടുമടക്കി ദൈവസന്നിധി കരഞ്ഞിട്ടുണ്ട്. നായ മോങ്ങുന്ന പോലെ മോങ്ങിക്കരഞ്ഞിട്ടുണ്ട്.
40 ലക്ഷത്തിലധികം കടങ്ങൾ തലയ്ക്കുമിത് നിന്നപ്പോൾ സഹായിക്കേണ്ടവരെല്ലാം ഓടി മാറിയപ്പോൾ സ്വന്തം സഹോദരങ്ങൾ പോലും ഫോൺ പോലും എടുക്കാതെ മുഖം തിരിഞ്ഞു മാറി നിന്നപ്പോൾ മുട്ടുമടക്കി ദൈവസന്നിധി പ്രാർത്ഥിച്ച വിഷയത്തിന് നടുക്ക് സ്വർഗം കടങ്ങൾ വീട്ടിയ ഒരു കഥ എൻ്റെ മുമ്പിലുണ്ട്. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി ആത്മാവി പറയാ, ദാവീദയുടെ മുമ്പിൽ, ശവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയ പത്രോസിനെ പോലെ ഇന്ന് രാത്രി മുട്ടുമടക്കാൻ തയ്യാറാണെങ്കിൽ ഒരു ദൈവിക പദ്ധതി ഇന്ന് രാത്രി സംഭവിക്കുകയാ. സമയം പോകുന്നല്ലോ. അപ്പൊ അപ്പോസ്തലന്മാരുടെ കാലത്ത് എന്ത് നടന്നിട്ടുണ്ട്? ഉയർപ്പ്, പുനരുത്ഥാനം എന്ത് ചെയ്തിട്ടുണ്ട്? നടന്നിട്ടുണ്ട്. മൂന്നാമത് യേശു ക്രിസ്തുവിൻ്റെ കാലത്തും പുനരുത്ഥാനം നടന്നിട്ടുണ്ട്. നമുക്കറിയാം, പള്ളിപ്രമാണിയായ യായിറോസിൻ്റെ വീട്ടിൽ യേശു കർത്താവ് ഒരു ശുശ്രൂഷ കഴിഞ്ഞ് പട്ടണത്തിൽ കൂടി ഇങ്ങനെ വരുമ്പോൾ പുരുഷാരത്തിൻ്റെ ഇടയിൽ ഒരു യായിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു സാധാരണക്കാരനല്ല, പള്ളിപ്രമാണിയാണ്. പള്ളിപ്രമാണി. പക്ഷെ രഹസ്യത്തിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന മുട്ടുകുത്തിയിട്ട് പറയുക, എൻ്റെ കുഞ്ഞുമകൾ മരിക്കത്തക്ക നിലയിൽ രോഗം പിടിച്ച് കിടക്കുകയാണ്. മരിച്ചിട്ടുണ്ടോ ഇപ്പോഴെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ വീട്ടിൽ നിന്ന് ഞാൻ വരുമ്പോൾ കുഞ്ഞ് മരിക്കത്തക്ക രീതിയിൽ എന്ത് ചെയ്യുക? രോഗം പിടിച്ച് കിടക്കുകയാണ്. നീ എൻ്റെ വീട്ടിലൊന്ന് എന്ത് ചെയ്യണം? വരണം. ഈ സമയത്ത് രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിനെ ആമയെ ഫോളോ ചെയ്യുക. അവിടെ വിഷയത്തിലേക്ക് കയറി സംസാരിച്ച് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ആൾ വന്നു. ആരുടെ വീട്ടിൽ നിന്ന്? യായിറോസിൻ്റെ വീട്ടിൽ നിന്ന് ആൾ വന്നു. ആ യായിറോസിൻ്റെ വീട്ടിൽ നിന്ന് ആൾ വന്നിട്ട് യേശുവിൻ്റെ അടുക്ക നിൽക്കുന്ന യായിറോസിനെ നോക്കിയിട്ട് പറയുകയാ, നിന്റെ കുഞ്ഞുമകൾ കഴിഞ്ഞുപോയി, ഗുരുവിനെ അസഖ്യപ്പെടുത്തരുത്. ഒരപ്പൻ്റെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരപ്പൻ്റെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കിക്കേ. കുഞ്ഞ് തീർന്നു എന്ന് പറയുമ്പോൾ അപ്പൻ ചിരിച്ചോണ്ട് നിൽക്കുമോ? ഇല്ല. കാരണം 10.5 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ ഡെഡ് ബോഡിയുടെ മുമ്പിൽ ഇരുന്ന ഒരു അപ്പനാണ് ഞാൻ. ഹല്ലേലൂയ. ഒരു കുഞ്ഞിൻ്റെ വേർപാടിൻ്റെ മുമ്പിൽ കരഞ്ഞവനാണ് ഞാൻ. എനിക്കറിയാം ഒരപ്പൻ്റെ വേദന എന്താണെന്ന്. പക്ഷേ ഈ കണ്ണുനീരിൻ്റെ മുമ്പിൽ യേശു കർത്താവ് അവിടെ എഴുതിയിരിക്കുന്ന വിഷയം ഇങ്ങനെയാ. ഇത് കേട്ടിട്ട് യേശു അത് കാര്യമാക്കിയില്ല. ഇന്ന് രാത്രി ലോകം നിന്നെക്കുറിച്ച് കഴിഞ്ഞു പോയെന്ന് പലത് പറഞ്ഞാലും യേശുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നെങ്കിൽ യേശു അത് കാര്യമാക്കില്ല. ഇന്ന് രാത്രി യേശു കാര്യമാക്കില്ല. നിന്റെ തകർച്ചയാണ്, നീ തകർന്നെന്ന് പറഞ്ഞ് യേശു കാര്യമാക്കില്ല. ഞാൻ സമയത്തിൻ്റെ പരിമിതിയിൽ ഞാൻ ആ ദൂതൊന്ന് പറയട്ടെ. എൻ്റെ കൂടെ ഉണ്ടല്ലോ നിങ്ങൾ. ഈ യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന്, ഈ യായിറോസിൻ്റെ അടുക്കലേക്ക് വന്ന് വീട്ടിൽ നിന്ന് വന്നവർ പറയുകയാ, നിന്റെ കുഞ്ഞുമകൾ മരിച്ചുപോയി, ഇനിയും എഴുന്നേൽക്കില്ല, തീർന്നു, മരിച്ചു. യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. യായിറോസ് പറഞ്ഞു, നിന്റെ കുഞ്ഞുമകൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വീട്ടിൽ യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവനെ കുളിപ്പിച്ച് കാലിൻ്റെ പെരുവിരൽ മുതൽ തലമുടി വരെ ഇങ്ങനെ റൂമാല് കൊണ്ട് ചുറ്റിക്കിടത്ത് പിന്നെ മുഖമൊന്നും ആർക്കും കാണിക്കത്തൊന്നുമില്ല. നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ വീട്ടിൽ മരണം സംഭവിച്ചാൽ അവിടെ ആ മരിച്ചുപോയ ഡെഡ് ബോഡി പെട്ടെന്ന് ഒരു തുണി കൊണ്ട് ചുറ്റി മുഖം വരെ മറച്ചു വെക്കുന്നത് പോലെ യഹൂദന്മാരുടെ വീട്ടിൽ മരണം സംഭവിച്ചാൽ ചില സമയങ്ങൾ കഴിയുന്നതിന് മുമ്പ് മുഖം വരെ മറിച്ചു കളയും. ആ വീടിനകത്ത് മരിച്ചുപോയ കുട്ടിയുടെ പൾസ് നോക്കിയിട്ടാ വീട്ടിൽ നിന്ന് ആള് വന്ന് പറഞ്ഞത് മരിച്ചുപോയെന്ന്. ആമേൻ. എന്നാൽ യേശു പറയുക കുട്ടി മരിച്ചിട്ടില്ലെന്ന്. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, വീട്ടിൽ നിന്ന് വന്ന് പറഞ്ഞത് സത്യമാ അല്ലേ? കാരണം കണ്ടിട്ട് വന്നതാ. ഇന്ന് രാത്രി കൂടണ്ടോ? കണ്ടിട്ട് വന്നതാ. കണ്ടിട്ടാ പറയുന്നേ. കുട്ടി എന്ത് ചെയ്തു? നമ്മളൊരു മരണ വീട്ടിൽ ചെന്നു, ഒരാൾ മരിച്ചു കിടക്കുന്ന കണ്ടിട്ട് അതിൽ പോകുമ്പോൾ ഒരാൾ ചോദിക്കുക, അവിടെ എന്താ ചോദിച്ചാൽ മരിച്ചുപോയി എന്നല്ലേ നമ്മൾ പറയുന്നേ. എന്താ കാര്യം? നമ്മളത് ക്ലാരിഫൈ ചെയ്തു. നമുക്കറിയാം ആ വ്യക്തി മരിച്ചെന്ന്. കാരണം സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാ. അതിന്റെ പേരാ സത്യം. ഹല്ലേലൂയ. അപ്പൊ കണ്ടിട്ട് വന്നവർ പറഞ്ഞു മരിച്ചുപോയി. എന്നാൽ യേശു പറയുക, സത്യത്തെ കടത്തി വെട്ടിയിട്ട് യേശു പറയുക, ഇല്ല, മരിച്ചിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, കണ്ടിട്ട് വന്നവര് പറഞ്ഞാണോ സത്യം? ഏതോ സ്ഥലത്ത് നിൽക്കുന്ന യേശു പറഞ്ഞതാണോ സത്യം? അമ്മേ, ഒന്ന് ഓർത്ത് നോക്കിക്കേ.
നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിച്ചേ, യേശു കണ്ടിട്ട് വന്നിട്ട് ജനം കണ്ടിട്ട് വന്നിട്ട് പറഞ്ഞു മരിച്ചുപോയെന്ന്. അതാണോ സത്യം? കാണാത്ത ഈ യായിറോസിന്റെ മകളെ കാണാത്ത, ഈ യായിറോസിന്റെ മകളുമായിട്ട് പരിചയമില്ലാത്ത, അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ടില്ലാത്ത യേശു പറഞ്ഞാണോ സത്യം? കണ്ടിട്ട് വന്നവര് പറഞ്ഞതാ സത്യം. സ്തോത്രം. യേശു പറഞ്ഞതല്ല സത്യം. യേശു പറഞ്ഞ കള്ളമെന്ന് നമുക്ക് പറയാം, പക്ഷെ കള്ളമെന്നല്ല പറയാനുള്ളത്. അവിടെ ദൂതുണ്ട്. കണ്ടിട്ട് വന്നവർ സത്യം പറഞ്ഞു. പക്ഷെ യേശു പറഞ്ഞത് കള്ളമല്ല, സത്യമല്ല. യേശു പറഞ്ഞതിന് വാസ്തവമാ. ഇന്ന് രാത്രി എത്രയ്ക്ക് പിടികിട്ടി? ഇന്ന് രാത്രി എത്രയ്ക്ക് പിടികിട്ടി? ചില സത്യങ്ങൾ കണ്ടിട്ട് പലതും നിന്നെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ വാസ്തവം അറിയുന്നൊരു ദൈവമുണ്ട്. നിന്റെ വാസ്തവം അറിയുന്ന, നീ കടന്നു പോകുന്ന വാസ്തവം അറിയുന്ന, നിന്റെ സാഹചര്യം അറിയുന്ന, അതിൻ്റെ അവസ്ഥ അറിയുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ചിലർ നിന്നെക്കുറിച്ച് പലപ്പോഴും ഞാൻ കണ്ടതാ, ഞാൻ കേട്ടതാ എന്ന് പറഞ്ഞ് നിന്നെ കുറ്റപ്പെടുത്തിയാലും, ഇന്ന് രാത്രി അത് സത്യമായി തെളിഞ്ഞു നിന്നാലും അതിൻ്റെ വാസ്തവം അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുക. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൻ്റെ വാസ്തവം അറിയുന്ന, നിന്റെ സാഹചര്യം അറിയുന്ന ദൈവമുണ്ടെന്ന് വിശ്വസിക്കുക. അങ്ങനെങ്കിൽ യേശുവിൻ്റെ സമയത്തിൻ്റെ പരിമിതി മൂലം ഞാൻ കമ്പിവാചകത്തിൽ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഇവിടെ വായിക്കുകയാണ്, ബേഥാനിയയിലെ ലാസറിന്റെ വീട്ടിൽ യേശു ഉയർപ്പ് സംഭവിച്ചു. നാറ്റം വെച്ച ലാസറിനെ യേശു പുറത്തു കൊണ്ടുവന്നു. നൈല വിധവയുടെ സന്തതി ഏക മകനെ യേശു വഴിയിൽ വെച്ച് സൗഖ്യമാക്കി. മഞ്ചത്തെ തൊട്ടു എന്ന് പറഞ്ഞാൽ പാരമ്പര്യത്തെ തൊട്ടു, തൊട്ടു എന്ന വായിക്കുന്നേ. വിധവയുടെ മകനെ തൊട്ടെന്നല്ല വായിക്കുന്നേ. എന്താ കാര്യം? ചില മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ മുമ്പ് തൻ്റെ അപ്പനെ ഇതേ മഞ്ചത്തിൽ കൊണ്ടുപോയതാ. അത് അതിൻ്റെ തലമുറയെ പിന്തുടർന്നു. അതൊരു പാരമ്പര്യ ശാപമാ. എന്നാൽ ഇന്ന് രാത്രി യേശു ആ മഞ്ചത്തെ തൊട്ടു. ഇന്ന് രാത്രി തലമുറകൾ കൈമാറുന്ന, അപ്പൻ വഴി തലമുറയിലേക്ക്, അവരുടെ തലമുറയിലേക്ക് കൈമാറുന്ന ചില ശാപക്കുരുക്കുകൾ, ചില ശാപബന്ധനങ്ങൾ ഇന്ന് രാത്രി അതിന്റെ മഞ്ചത്തെ തൊടുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുക. ഇന്ന് രാത്രി റീസൺ അറിയാവുന്ന, നിന്റെ സാഹചര്യം അറിയാവുന്ന ഒരു കർത്താവുണ്ടെന്ന് വിശ്വസിക്കുക. ഞാൻ സേവിക്കുന്നത് എന്റെ തമ്പുരാനെയാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ സ്തോത്രം ചെയ്യ. യായിറോസിന്റെ മകളെ ദൈവം ഉയർപ്പിച്ചെങ്കിൽ, ഞാൻ ഇങ്ങനെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. ലാസറിനെ ദൈവം ഉയർപ്പിച്ചെങ്കിൽ, നൈല വിധവയുടെ മകനെ ഒരു വാക്കുകൊണ്ട് ഉയർപ്പിച്ചെങ്കിൽ, പുതിയ നിയമസഭയെ എനിക്കും നിനക്കും ഒരു ഉയർപ്പുണ്ട്. ആമേൻ. പ്രത്യാശയുള്ള എത്ര പേരുണ്ട്? എനിക്കും നിങ്ങൾക്കും എന്തുണ്ട്? അതുകൊണ്ട് വായിച്ചത്, കർത്താവ് തൻ്റെ ഗംഭീര നാദത്തോട്, ലോകമേ, ഈ ചപ്പാത്ത് ദേശമേ കേൾക്കൂ, ഞാനോ നീയോ മരിച്ചിട്ട് പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ കാക്കയായിട്ടോ പുനർജന്മം പ്രാപിച്ചു വരികയല്ല. മരിച്ചവരെ സ്വസ്ഥതയിൽ പ്രവേശിപ്പിച്ചു വെച്ചിരിക്കുമ്പോൾ എൻ്റെ യേശു വരുമ്പോൾ ഞങ്ങൾക്ക് മുമ്പേ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. അന്ന് മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന വിശുദ്ധന്മാർ കാഹളം കേൾക്കും. ആകാശം മേഘങ്ങളിൽ കാഹളം ഊതുമ്പോൾ ആ കാഹളം മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന വിശുദ്ധന്മാരുടെ കാതുകളിൽ കേട്ടിട്ട് അവർ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടിരിക്കുന്ന നമ്മൾ കണ്ണടച്ചു തുറക്കുന്ന നൊടി നേരത്തിനുള്ളിൽ രൂപാന്തരം പ്രാപിക്കും. വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്യ. അതിഭൂമിയിൽ സംഭവിക്കാൻ പോകുകയാ. ഈ പൂക്കളം കൺവെൻഷനിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ സമാപന വാക്ക് ഞാൻ ഉറപ്പിക്കുകയാ. എൻ്റെ യേശു വരും, എൻ്റെ യേശു വരും. തൻ്റെ സഭയെ ചേർത്ത് കൊണ്ടുപോകും, വിശുദ്ധന്മാരെ ചേർത്ത് കൊണ്ടുപോകും. പക്ഷെ യേശു വരുമ്പോൾ കണ്ണിമയ്ക്കുന്നൊരു നേരത്തിൽ ജീവനോടെ ഇരിക്കുന്ന സമയം, നാം ഇപ്പോൾ ഇരിക്കുന്ന ഈ സമയമാണ് വരുന്നതെങ്കിൽ, ആമേൻ, നമുക്ക് രൂപാന്തരം പ്രാപിക്കുവാൻ കഴിയും. ആ പദം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ, ആമേൻ, ലൂക്കോസ് 13 വിശുദ്ധ വേദ പുസ്തകം വായിക്കേണ്ട.
ശ്രദ്ധിച്ച് കേൾക്കുക. ലൂക്കോസ് 13:3-4 വാക്യങ്ങൾ. മാനസാന്തരപ്പെടണം. യോഹന്നാൻ 3 മുതൽ 5 വരെ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. മർക്കോസ് 16:16 വിശ്വാസ സ്നാനം സ്വീകരിക്കണം. റോമർ 10:9 ഹൃദയം കൊണ്ട് യേശുവിനെ വിശ്വസിക്കണം, വാ കൊണ്ട് ഏറ്റുപറയണം. യോഹന്നാൻ 1:12 അവസാനത്തോളം സഹിക്കണം. ഈ 5 കൂട്ടം കാര്യങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമായ നിലയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ദൈവ പൈതലാണ് നീയെങ്കിൽ സംശയമില്ല, നീ കൈവിടപ്പെട്ടു പോയില്ല. നിനക്കൊരു പുനരുത്ഥാനമുണ്ട്, നിനക്കൊരു വീണ്ടെടുപ്പുണ്ട്. നിന്റെ കാതിൽ കാഹളം കേട്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ല, നീ കാഹളം കേട്ടില്ലെങ്കിൽ നീ കൈവിടപ്പെട്ടു പോകും. കെടാത്ത തീയും ചാകാത്ത പുഴുവും ചത്തുപോകാത്ത അട്ടയും പാമ്പും ഒക്കെ വികരിച്ച് നടക്കുന്ന അഗ്നികൂപത്തിലേക്ക് നീ തള്ളപ്പെടും. ആ തീക്കകത്ത് യുഗായുഗങ്ങൾ നീ കിടക്കേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മൈക്ക് കെട്ടി ഇന്ന് രാത്രി സന്ദേശം കൈമാറുമ്പോൾ ഇതോടൊന്ന് കേട്ടോ. മാനസാന്തരപ്പെടാത്ത, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കാത്ത, വിശ്വാസ സ്നാനം സ്വീകരിക്കാത്ത, ഹൃദയം കൊണ്ട് യേശുവിനെ വിശ്വസിക്കാത്ത, വാ കൊണ്ട് ഏറ്റുപറയാത്ത ഒരു വ്യക്തിയും ദൈവരാജ്യത്തിൽ പോകില്ല. ഇത് ഞങ്ങളുടെ കടമയാണ്. ഇതിനാണ് ദൈവം ഞങ്ങളെ വിളിച്ചത്. ഇന്ന് രാത്രിയിൽ എത്ര വിശ്വസിക്കുന്നു എൻ്റെ കർത്താവ് കാഹളം നാദവുമായി വരുമ്പോൾ ഈ പ്രപഞ്ചം അഴിഞ്ഞു പോകും, ഇത് തീക്കകത്ത് ചുട്ടുപോകും. എന്നാൽ നിത്യതയിൽ എനിക്കൊരു ഭവനമുണ്ടെന്ന്, ഞാൻ പോകുന്ന നല്ലത്, ഞാൻ പോയാൽ മടങ്ങി വന്ന് നിങ്ങളെ വീണ്ടും വന്ന് ചേർത്തുകൊള്ളൂ. നിങ്ങൾക്കൊരു ഭവനം പണിയാൻ ഞാൻ പോകുന്നു. ഭവനത്തിന്റെ പണി കഴിയുമ്പോൾ ഞാൻ വേഗം വരുമെന്ന് പറഞ്ഞു പോയി അരിമ മണവാളന്റെ വാക്കിന്റെ മുമ്പേ ഇന്ന് രാത്രി എത്ര പേർ സമർപ്പിക്കപ്പെടും? അങ്ങനെയെങ്കിൽ പാപങ്ങൾ ഏറ്റു പറയണം. എല്ലാം കണ്ടുമടച്ചാട്ടെ. ഇന്ന് രാത്രിയിൽ ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്നവർ മാത്രമല്ല, ഈ സന്ദേശം കാതു കൂർപ്പിച്ച് കേട്ട എൻ്റെ പ്രിയ സഹോദര സഹോദരി, നീ എവിടെയുമാകട്ടെ, വീടിൻ്റെ വളപ്പിലോ വീടിനകത്തോ റോഡ് സൈഡിലോ എവിടെയുമാകട്ടെ, ഇന്ന് രാത്രിയിൽ ഈ പാപമംഗുലമായ ലോകത്തിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ, സ്വസ്ഥതയുള്ള കുടുംബജീവിതം ഉണ്ടാകണമെന്ന്, അനുഗ്രഹിക്കപ്പെട്ട തലമുറ ഉണ്ടാകണമെന്ന്, മരണാനന്തര ഒരിക്കൽ ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ ഈ കോമ്പൗണ്ടിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും എൻ്റെ യേശുവിനെ രക്ഷിതാവായി എൻ്റെ കർത്താവിനെ സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ നിങ്ങൾ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് വരും. കർത്താവ് തൻ്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കാഹളധ്വനിയോടും കൂടെ യേശു സ്വർഗത്തിൽ വരാൻ സമയമായി. ഈ പ്രപഞ്ചം അത് വിളിച്ചു പറയുന്നു. ഇവിടുത്തെ വാർത്തകൾ അത് വിളിച്ചു പറയുന്നു. ഇവിടുത്തെ സാഹചര്യങ്ങൾ വിളിച്ചു പറയുന്നു. എൻ്റെ കർത്താവ് ഏതു രാത്രിയും ഏതോ പകലോ വരാ. ഒരുപക്ഷെ ഇന്ന് രാത്രി വരാ, അല്ലെങ്കിൽ അടുത്ത ദിവസം വരാ. എന്നാൽ ഇന്ന് രാത്രി കൈവിടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ അവൻ മാനസാന്തരപ്പെടണം, പാപങ്ങൾ ഏറ്റുപറയണം, മദ്യപാനം നിർത്തണം, പുകവലി നിർത്തണം. ഹല്ലേലൂയ. ജീവിതത്തിൽ അരുതാത്തതൊക്കെ ഉപേക്ഷിക്കണം. യേശുവിനെ രക്ഷിതാവായി നീ സ്വീകരിക്കണം. വെള്ളത്താലും ആത്മാവിനും ജനിക്കണം. വിശ്വാസ സ്നാനം സ്വീകരിക്കണം. എന്നാൽ ഇന്ന് രാത്രി മർക്കോസ് 16:16 ഇങ്ങനെ വായിക്കുന്നു: വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അർത്ഥം, സ്നാനപ്പെടാത്ത നീ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇന്ന് രാത്രി ശിക്ഷാവിധി, നിത്യനരകം, നരകത്തിനകത്ത് വീഴാതിരിക്കാൻ
ഇന്ന് രാത്രി കാഹളം കേൾക്കാൻ, സ്വർഗത്തിലേക്ക് പോകാൻ എന്നെയും നിന്നെ ഒരുക്കുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്നത് പ്രാർത്ഥിച്ചാട്ടെ, എല്ലാ കണ്ണുമടച്ചാട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ. ഇന്ന് രാത്രി ബന്ധനം അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യം ഉണ്ടാകട്ടെ. എത്ര പേർ പ്രാർത്ഥിക്കും? ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ. ഇന്ന് രാത്രി ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ. പരിശുദ്ധാത്മാവെ പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവെ പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ആരെങ്കിലും യേശു രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും, ആമേ കൽപ്പന അനുസരിക്കാത്ത ആരെങ്കിലും, ജലത്തിൽ സ്നാനമേൽക്കാത്ത ആരെങ്കിലും, പാപങ്ങൾ ഏറ്റുപറയാത്ത ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ ഇതാ സുപ്രസാദ കാലം, ഇതാ രക്ഷാ ദിവസം. ഇന്ന് രക്ഷ പ്രാപിക്കേണ്ട ദിവസമാണ്. ഇന്ന് രാത്രി രോഗികളായി നിൽക്കുന്ന ആരെങ്കിലും അകത്തുണ്ടെങ്കിൽ ഒരു നിമിഷം കൈ ഉയർത്തിപ്പിടിക്ക്, പ്രാർത്ഥിക്കാൻ പോവാ. യേശുവിൻ്റെ നാമത്തിൽ കര ഉയർത്തപ്പെട്ട കരങ്ങൾ, എന്നെ യേശു രക്ഷിതാവായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ദൈവത്തിലായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, ആഗ്രഹമുള്ള കൈ ഉയർത്തി പ്രാർത്ഥിച്ചേ. ഇന്ന് രാത്രി നിന്റെ രക്ഷാനിർണയത്തിന്റെ രാത്രിയാ. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്ന രാത്രിയാ. ഈ കൺവെൻഷൻ ഇന്ന് ഇവിടെ അവസാനിക്കുകയാ. പക്ഷെ നിന്റെ നിത്യതയെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി നിന്നെക്കുറിച്ച് ദൈവത്തിന് ആലോചനയുണ്ട്. ഇന്ന് രാത്രി ഒരു നിമിഷം ഏൽപ്പിക്കുക. പിതാവേ, പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാമേ കർത്താവ്, രക്ഷിക്കപ്പെട്ട് കരമുയർത്തിയ നിന്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്ന കരമുയർത്തിയ നിന്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇവരെ വിടുവിക്കണമേ, പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ. ഇവരുടെ പേരും ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ.